ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബാലൻ എല്ലാവരെയും വട്ട് കളിപ്പിക്കുക കേട്ടോ. ഈ പയ്യന്റെ വീട്ടുപേരെന്താ, പയ്യന്റെ അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ എന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുമ്പോഴും ബാലൻ പല സമയത്ത് പല പേരുകളാണ് പറയണത്. ഇതാരുടെ മോന ബാലേട്ട എന്ന് ഗോമതി ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരാളുടെ പേര് പറയും, അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ വേറൊരാളുടെ പേര് പറയും. അങ്ങനെ ഗോമതി കൃഷി തലക്ക് വട്ടുപിടിക്കുക കേട്ടോ. അതിനുശേഷം ബാലൻ പറയുന്നുണ്ട്, മോളെ മിത്ര, നീ ഒന്ന് പോയി ആ പയ്യനെ കാണ്. ഇവള് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സാമ്യം ആ പയ്യനും ഞാനും തമ്മിലുണ്ട്, മോളൊന്ന് പോയി നോക്ക്. ആ ശരി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗോമതി പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് പോകണം, മോൾ അവന്റെ റൂമിൽ പോകുന്നു വേണ്ട. ബാലറ്റിനെ ആരൊക്കെയോ വിളിച്ചോണ്ടെന്ന് റൂമിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് അയാളെ അയാളെ കാണാൻ പോകേണ്ട ആവശ്യം ഈ വീട്ടിൽ ആർക്കുമില്ല. ബാലട്ടൻ വേണമെങ്കിൽ പോയി കണ്ടോ, ഞങ്ങൾക്ക് ആർക്കും കാണേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. അല്ല, ആ പയ്യനെ കണ്ടു വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഗോമതി, ഞങ്ങൾക്ക് ആർക്കും കാണണ്ട ബാലട്ട സത്യം പറഞ്ഞേ പറ്റൂ എന്ന് പറയണം. എന്താ ഗോമതി, ഞാൻ എന്ത് സത്യം പറഞ്ഞത്? ഇത് ഏത് അവളുടെ കുട്ടിയാണ്? നിങ്ങളുടെ കൂട്ടുകാരന്റെ മകനാണെന്ന് എനിക്ക് മനസ്സിലായി, ഏത് കൂട്ടുകാരുടെ മകനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗോമതി, നിനക്കത് അറിഞ്ഞേ പറ്റൂന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ എന്ന് പറയണം. ആ സമയത്ത് മീനാക്ഷിയും മിത്രയും ദേവിയൊക്കെ കണ്ണു തള്ളിയിരിക്കട്ടെ. ഇനി ഈ ബാലച്ചൻ എന്തായി പറയാൻ പോണെന്ന് അടച്ചിട്ട് നമ്മുടെ ദേവി ആകെ മുഴിച്ചിരിക്കുകയാണ്. ബാലൻ പറയണ്ട്, അതോ അതിന്റെ ഒരു കൂട്ടുകാരത്തിന്റെ മകൻ തന്നെയാണ്. കൂട്ടുകാരത്തിന്റെ പേരെന്താ എന്ന് ഗോമ ചോദിക്കുമ്പോ കൂട്ടുകാരുടെ പേര് അംബുജാക്ഷി എന്ന് പറയാണ്. അംബുജാക്ഷിയോ? അതെ, അംബുജാക്ഷി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. കണ്ടോ മിത്രേ, മീനാക്ഷി ദേവി മോളെ, ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടൻ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ, അമ്മക്ക് വട്ടാണോ അമ്മേ, അച്ഛൻ പെർഫെക്റ്റ് ആണ്, മിസ്റ്റർ പെർഫെക്റ്റ്, ഒരിക്കലും അച്ഛനൊരു തെറ്റും ചെയ്യില്ല. അപ്പൊ അംബുജാക്ഷി എന്ന് പറഞ്ഞതോ, ബാലേട്ടന് നേരത്തെ ഒരു പഴയ പേരോടും പഴയ ആൾക്കാരോട് ചില താല്പര്യമുണ്ട്. ഈ പഴയ പേര് കേട്ടാൽ തന്നെ അറിയാം ബാലേട്ടൻ ആ പെണ്ണെ വളച്ചെടുത്തത് തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എന്റെ അമ്മേനെ വട്ടാക്കാൻ വേണ്ടി അച്ഛൻ വായ തോന്നിയ ഒരു പേര് പറഞ്ഞതല്ലേ എന്ന് പറയാണ്. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല, ഇത് ബാലേട്ടന്റെ ഏതോ ഒരു പഴയ ബന്ധം തന്നെയാണ്. ഇനി കളിക്കൂട്ടുകാരിയാണോ അതോ കടയിൽ വന്ന് പരിചയപ്പെട്ട് ഇഷ്ടത്തിലായതാണോ ഒന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ മിത്ര പറയണ്ട്, എന്നാലും എന്റെ അപ്പച്ചി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഇത്രോ നാള് അങ്കിളുടെ കൂടെ ജീവിച്ചിട്ട് അപ്പച്ചി ഇങ്ങനെയൊക്കെയാണ് അങ്കിളിനെ കുറിച്ച് മനസ്സിലാക്കിയേക്കണത്. ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചേനെ, പക്ഷെ ഇത് അങ്ങനെയല്ല. കാരണം നിങ്ങൾ ആരും ആ പയ്യനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ ആ പയ്യനൊന്ന് കണ്ടു നോക്ക്, ആ മൂക്കും ആ നെറ്റിയും പിരികവും കണ്ണൊക്കെ ബാലേട്ടൻ തന്നെയാ എന്ന് പറയണം. എന്റെ അപ്പച്ചി, ഒരാളെ പോലത്തെ ഒരാൾക്ക് കുറേ പേരുണ്ടാവും. ഒരാളെ നമ്മൾ മനസ്സിലൊരു തെറ്റിദ്ധാരണയോടെ സംശയത്തോടെ ഒരാളെ നോക്കുമ്പോൾ അതൊക്കെ പോലെ തന്നെ നമുക്ക് തോന്നും. ആ സാഹചര്യം വെച്ച് നമുക്ക് പലതും അങ്ങനെ തോന്നും. അപ്പച്ചി എന്ന് പറയണം. ഇല്ലില്ല, അത് അങ്ങനെയല്ല മോളെ, എന്നാലും എനിക്കറിയണം അത് ആരാണെന്ന്. അംബുജം, അത് താമര, ആക്ഷി, കണ്ണ്, താമര കണ്ണുള്ളവള്, അത് ആരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി വീണ്ടും ഇങ്ങനെ നെരിപിരി കൊള്ളുവാട്ടോ. മീനാക്ഷി പറയണ്ട, ഞങ്ങളൊരു കാര്യം ചെയ്യാം, അച്ഛനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി മിത്രയും ദേവിയെടുത്തി വാന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ദേവിയെടുത്തിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി നമ്മുടെ ബാലനോട് സംസാരിക്കുകയാണ്. അച്ഛാ, അമ്മ ആകെ ടെൻഷനിലാട്ടോ. അച്ഛ ഏത് കൂട്ടുകാരന്റെ മകനാണ് അച്ഛാ അത്? അച്ഛൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അമ്മയുടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അമ്മ ഇങ്ങനെ സംശയിക്കില്ല. എന്റെ മോളെ, എന്റെ മനസ്സിലാകും ഒരാളേ ഉള്ളൂ, അത് ഗോമതിയാണ്. ഗോമതിനെ ചതിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛനെ ഞങ്ങൾക്കറിയില്ല അച്ഛാ, പക്ഷെ അമ്മ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്, അത് അച്ഛനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അമ്മയുടെ ഒന്ന് പറഞ്ഞ് സംസാരിക്കുക, നിങ്ങൾ സംസാരിച്ച പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മിത്ര പറയണ്ട്, അതെ അങ്കിള് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറ. ഞാൻ സത്യം പറയണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കാട്ടോ. ആ സമയത്ത് മിത്ര ഒന്ന് പേടിക്കുന്നുണ്ട്. അയ്യോ മോള് പേടിച്ചു പോയോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മോളെ, ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രയുടെ അടുത്ത് നിന്ന് ചിരിച്ചോണ്ടൊക്കെ ബാലിന് അങ്ങോട്ട് പോവാൻ പോകുമ്പോഴേക്കും ആകാശ് അങ്ങോട്ടേക്ക് വരണം. അപ്പോഴും ആകാശൻ അച്ഛനോട് ചോദിക്കുന്നത് മീനാക്ഷി പറയുമ്പോൾ, അച്ഛനാ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടത്, ഇവിടെ 100 കൂട്ടം പ്രശ്നമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ അച്ഛൻ്റെ ഈ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ എന്തോ പ്രശ്നം നടക്കാൻ പോവാണ്. അച്ഛ ആരാണ് അച്ഛത്? അതൊരു കൂട്ടുകാരുടെ മകനാണെടാ അത് പറയണം. അത് ഏത് കൂട്ടുകാരുടെ മകനാണെങ്കിലും അച്ഛൻ എനിക്കൊരു കാര്യം വേണം, ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ. മീനാക്ഷിയുടെ അച്ഛൻ മിണ്ടിപ്പോയത് വെറുതെ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടൊക്കെടാ. അച്ഛൻ വീണ്ടും, അയ്യോ ഞാനത് തമാശക്ക് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ്, ഞാൻ ചുമ്മാ പറയല്ലേ, തമാശക്ക് പറയല്ലേ, ഞാൻ വെറുതെ നിങ്ങളുടെ മുമ്പിൽ ചൂടാവണ പോലെ അഭിനയിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് തടി തപ്പാട്ടെ. ബാലിന്റെ സ്വഭാവത്തിൽ ശരിക്കും മീനാക്ഷിക്കും ഇത്രക്കും ദേവിക്കൊക്കെ സംശയം തോന്നുന്നുണ്ട്. ദേവി അപ്പൊ തന്നെ ഈ കരിമിട്ട് ആനന്ദിനോട് പറഞ്ഞിട്ട്, ആനന്ദേട്ടാ ഇവിടെ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. സംഭവം? എന്ത് സംഭവം ദേവി? അതെ, ബാലച്ചൻ ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഒരാളെയോ? ആരെയാ അത്? അറിയില്ല, ഒരു ചെറുപ്പക്കാരനാണെന്നാ പറഞ്ഞത്. ഞാൻ പോയി റൂമിലോ നോക്കിയൊന്നുമില്ല. അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നു? അതേന്നേ. അമ്മയാണെങ്കിൽ ആകെ സംശയത്തില്ല. അച്ഛൻ ഏതോ ബന്ധത്തിനുണ്ടായ മോൻ എന്നൊക്കെയാ അമ്മ പറയണത്. അമ്മ അങ്ങനെ
പറഞ്ഞു. അതെ, ഈ അച്ഛനെ ഞാൻ അയ്യോ ആനന്ദേട്ടാ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, അച്ഛൻ അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കറിയാലോ, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ഈ സമയത്ത് ഒച്ചപ്പാടും ബഹളം അല്ല വേണ്ടത്, സമാധാനത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ആനന്ദേട്ടൻ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോകുക കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലനോട് മാത്രമായിട്ട് നമ്മുടെ മിത്ര ചോദിക്കണ്ട്, അങ്കിളെ ഞാനൊരു കാര്യം അങ്കിള് സത്യം പറയോ? മോള് ചോദിച്ചു ഞാൻ സത്യം പറയൂ, കാരണം മോളനോട് സത്യം മാത്രമല്ലേ പറയാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആക്കി പറയുന്നു കേട്ടോ നമ്മുടെ ബാലൻ. അതിന് മിത്ര പറയണ്ട, അതല്ല അങ്കിളെ, അയാൾ ആരാണ് അങ്കിൾ എന്ന് ചോദിക്കാണ്. അതിന് മിത്ര അയാളെ പോയി കണ്ടോ? ഞാൻ കണ്ടില്ല, എന്നാലും അത് ആരാ അങ്കിളെ സത്യം എന്നോടെങ്കിലും പറയാന്ന് പറഞ്ഞിട്ട് മിത്ര പതുക്കെ ബാലനോട് മാത്രം റൂമിൽ പോയിട്ട് രഹസ്യമായിട്ട് ചോദിക്കാട്ടോ. ബാലൻ പറയണ്ട്, മോള് ചോദിച്ചോണ്ട് മാത്രം ഞാൻ സത്യം പറയാം, മോളിനോട് സത്യം മാത്രം പറയാറുള്ളല്ലോ, അതുകൊണ്ട് മോളോട് ഞാൻ സത്യം പറയാം, അതിന്റെ കൂട്ടുകാരന്റെ മകനാണ്. എന്നാൽ കൂട്ടുകാരന്റെ ശരിക്കുള്ള പേര് പറയാം അങ്കിളെ എന്ന് പറയുമ്പോ കൂട്ടുകാരന്റെ പേര് അറിയണോ അല്ലെ? അഷ്റഫ് എന്ന് പറയാണ്. അഷ്റഫോ? അതെ അഷ്റഫ് എന്ന് പറയാണ്. അതെ മോൾക്കൊരു ചായ ഇടാൻ പറ്റുമോ? അല്ല അങ്കിളി സമയത്ത് ചായ കുടിക്കാറില്ലല്ലോ. അയ്യോ എനിക്കല്ല, അവന് വേണ്ടിയിട്ടാണേ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം മിത്ര ചായ ഇടാൻ വേണ്ടി അടുക്കളയിൽ കയറട്ടെ. അപ്പൊ ഗോമതി വരുന്നുണ്ട്. മോളെന്താ ചായയൊക്കെ ഇടുന്നത്? എന്ത് പറ്റി മോളെ? ഈ സമയത്ത് മോള് ചായ കുടിക്കാറില്ലല്ലോ. ചായ ഞാൻ ഇട്ടുതരാം. അയ്യോ അപ്പച്ചി ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ഇത് ആർക്ക് വേണ്ടിട്ടാ? ഇത് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാ. അങ്കിള് അച്ഛൻ പറഞ്ഞിട്ടോ? ബാലട്ടൻ പറഞ്ഞിട്ടോ? അതെ അങ്കിള് പറഞ്ഞേ ആ കിടക്കുന്ന പുള്ളിക്ക് കുറച്ച് ചായ വേണം ഉണ്ടാക്കാൻ. അയ്യോ അവന് വേണ്ടിട്ടാണ്, നീ ചായ ഉണ്ടാക്കണം, ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പച്ചി അങ്കിൾ എന്ത് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാതെ എങ്ങനെ ഇരിക്കും? അതെ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അപ്പച്ചി, അത് ശരിയാവില്ല. അങ്കിൾ എന്നോട് കാര്യമായിട്ട് പറഞ്ഞതാണ്, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അങ്കിളിന്റെ വിഷമവും അങ്കിളിന്റെ ഫീൽ ആവും, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പായിട്ട് നമ്മുടെ മിത്ര ചായ ഉണ്ടാക്കട്ടെ. അപ്പൊ ഗോമതിയെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തായാലും 2 ദിവസത്തിന് സത്യങ്ങളൊക്കെ അറിയും, എന്നിട്ട് ഞാൻ തീരുമാനിക്കും ഇവിടെ നിൽക്കണോ വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗോമതി. അതിനുശേഷം ആര്യനോടും ഇത്ര വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് വന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആര്യനും വരികയാണ് വീട്ടിലേക്ക്. ആദ്യം ഈ മിഥുനെ കാണാൻ പോണത് ആര്യനാണ് കേട്ടോ. അങ്ങനെ ആര്യൻ പറയുന്നുണ്ട് ഞാൻ റൂമിൽ പോയി നോക്കാം അത് ആരാണെന്ന് പറഞ്ഞിട്ട് ആര്യൻ റൂമിൽ പോയി നോക്കാണ്. ആ സമയത്ത് ബാലൻ പുറത്ത് നിന്നിട്ട് കർട്ടന്റെ ഇടയിൽ കൂടി സൈഡിൽ കൂടി നോക്കുന്നുണ്ട് ആര്യന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാനായിട്ട്. അങ്ങനെ ആര്യൻ റൂമിൽ പോകുമ്പോഴേക്കും മിഥുൻ തിരിഞ്ഞു കിടക്കായിരിക്കും. മിഥുന്റെ അടുത്തേക്ക് പോവാണ്. മിഥുന്റെ മുഖം കാണുന്നത് നമ്മുടെ ആര്യനാകെ ഷോക്കായി പോവാട്ടോ. അതൊക്കെ തന്നെ ബാലൻ ശരിക്കും നോക്കി കാണുന്നുണ്ട്. ആര്യൻ അപ്പൊ തന്നെ ഇങ്ങനെ ഈശ്വര മിഥുൻ എന്ന് പറഞ്ഞിട്ട് ആകെ ഷോക്ക് അടിച്ച പോലെ വേഗം റൂമിൽ നിന്ന് ഇങ്ങനെ പരുതി പോവാണ്. അതിങ്ങനെ വെപ്രാളം കാണിച്ചു പുറത്തേക്ക് പോവാണ്. ബാലൻ മനസ്സിൽ വിചാരിക്കണ്ട തുടങ്ങി, എല്ലാവരുടെ മനസ്സിൽ ചൂട് കയറാൻ തുടങ്ങി എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കണ്ട്. ശേഷം മിത്ര പറയണ്ട, എന്താ ആ പയ്യനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്താ പ്രശ്നം ചോദിക്കുമ്പോ ഒന്നുമില്ല, നീ അയാളുടെ അടുത്ത് പോവണ്ട കേട്ടോ എന്ന് പറയാണ്. എന്ത് പറ്റി ആര്യ, എന്താ പ്രശ്നം? പോവണ്ടെന്ന് വെച്ചാൽ പോവണ്ട എന്ന് മാത്രമേ ആര്യം പറയുന്നുള്ളൂ. കാരണം മിത്രൻ ടെൻഷൻ ആക്കിപ്പിക്കാണ് അന്നിച്ചിട്ട്. പക്ഷെ നമ്മുടെ മിത്ര അകത്ത് കയറില്ലെന്ന് ബാലന് മനസ്സിലായിട്ടോ. അതുകൊണ്ട് തന്നെ ബാലൻ എന്താ ചെയ്തെച്ചാല് വയ്യാത്ത പയ്യനല്ലേ, കുറച്ചെടുത്ത് മുറ്റത്തേക്ക് നടത്താം എന്ന് വെച്ചിട്ട് ആ പയ്യനെ എടുത്തോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴാണ് നമ്മുടെ മിത്ര ഈ മിഥുന്റെ മുഖം ശരിക്കും കാണുന്ന കേട്ടോ. മിത്ര അങ്ങോട്ട് ഷോക്കായി പോവാണ്. മിത്രയുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ ബാലൻ കണ്ട് ആസ്വദിക്കാട്ടോ. എന്താ മോളിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഇവനെ മോൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? മോളുടെ എക്സ്പ്രഷൻ കണ്ട മോൾക്ക് അറിയാവുന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ. ഇല്ലെങ്കിലേ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അവിടെ നിന്ന് ഓടിപ്പോവാണ്. ബാലന് ചിരി വരുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ മിത്ര സത്യങ്ങളൊക്കെ ഗോമതിയോട് പറയുന്നുണ്ട്. അമ്മ അത് വേറെ ആരും, അത് മിഥുനാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് മനസ്സിലായി ഏകദേശം സത്യങ്ങളൊക്കെ ബാലൻ അറിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ബാലന്റെ കാല് പിടിച്ച് ഗോമതി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ബാലൻ പക്ഷെ ആ കാല് വെച്ച് തൊഴിക്കുവാട്ടോ ഗോമതിനെ. എവിടെ നിന്ന് പോടി, 28 വർഷത്തെ ദാമ്പത്യ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇവളുടെ കൂടെ പോകണമെന്നുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, എല്ലാത്തവർക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയാണ്. പക്ഷെ ഗോമതിയോട് എല്ലാവരും പോവല്ലേ എന്നിട്ട് പറയണം. പക്ഷെ ഗോമതി ഇവിടെ നിന്ന് പോകുവാണ്. പക്ഷെ ഗോമതി വിചാരം ആ മുറ്റത്തെത്തുമ്പോഴേക്കും ബാലൻ തിരിച്ചു വിളിക്കുമെന്ന് ഗോമതി പതുക്കെ നടന്നു പോകുമ്പോ ബാലൻ ഗോമതിയുടെ സാരിയും പെട്ടിയും കിടക്കയൊക്കെ പുറത്തേക്ക് വലിച്ചെറിയാട്ടോ. ഗോമതിക്ക് മനസ്സിലായി ബാലന്റെ മനസ്സിൽ ഇനി ഗോമതിക്ക് ഒരു സ്ഥാനവും ഇല്ലെന്ന്. അങ്ങനെ ഗോമതി അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലോകും അച്യുതനും അനന്തനും വരുന്നത്. അവരതൊരു അവസരമായിട്ട് എടുക്കാട്ടോ. ഗോമതിനെ എങ്ങനെയും വീട്ടിൽ കൊണ്ടുപോകാലോ എന്ന് വെച്ചിട്ട് അവസരമൊക്കെ എടുക്കണം. അവര് മനസ്സിൽ കണ്ടത് തന്നെ ബാലൻ ചെയ്തല്ലെന്ന് വെച്ചാൽ അറിഞ്ഞതിൽ സന്തോഷമാണ് അവർക്കും. എന്തായാലും ഗോമതി തിരിച്ച് ഗോമതിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഗോമതി വീട്ടിലെത്തുമ്പോൾ ഗോമതിക്ക് രാജകുമാരനെ പോലെയൊക്കെ സ്വീകരിക്കണത് കാണാം. കോടിക്കണക്കിന് സ്വത്തുക്കളല്ലേ ഗോമതിയുടെ പേര്. പക്ഷെ അത് ആ ഗോമതിക്ക് അറിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് അറിയാലോ. അതുകൊണ്ട് ഗോമതിക്ക് നല്ല രീതിയിൽ സ്വീകരണമൊക്കെ അവർ കൊടുക്കും കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.